2025 പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം ഏതാണ്? കിരിബാത്തി ദ്വീപരാഷ്ട്രം. 2025 പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം കിരിബാത്തി ദ്വീപരാഷ്ട്രം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കന്യാകുമാരിയിൽ. വിവേകാനന്ദ പാറ സ്മാരകവും തിരുവള്ളൂർ പ്രതിമയും ബന്ധിപ്പിക്കുന്നത്. 100ാമത്തെ ISR വിക്ഷേപണത്തിൻ്റെ പേര് GSLV NV-02 ഉപഗ്രഹം. 100ാമത്തെ ISR വിക്ഷേപണത്തിൻ്റെ പേര് GSLV NV-02 ഉപഗ്രഹം. 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിൻ്റെ പ്രമേയം എന്താണ്? സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുപ്പിക്കും. കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ്. 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിൻ്റെ പ്രമേയം എന്താണ്? സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. 2025 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദി MT നീള. 2025 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദി എവിടെയാണ്? MT നീള. 2024 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ. കേരളത്തിൻ്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഇടം. പന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനായി ബാങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതി. ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരെന്ത്? ഇടം. പന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനായി ബാങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതി. 2025 ഹരിവരാസനം പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസനം പുരസ്കാരം ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 PK വീരമണി. 2023 ശ്രീകുമാരൻ തമ്പി. 2016 ആരംഭിച്ച ഒരു രാജ്യം ഒരു വിള ഒരു പ്രീമിയം എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്ന പദ്ധതി ഏത്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. 2016 ആരംഭിച്ച ഒരു രാജ്യം ഒരു വിള ഒരു പ്രീമിയം എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്ന പദ്ധതി ഏത്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഇന്ത്യയിൽ വിമാനങ്ങൾ വൈഫൈ സേവനം ആരംഭിച്ച ആദ്യ വിമാന കമ്പനി എയർ ഇന്ത്യ. ഇന്ത്യൻ വിമാനങ്ങൾ വൈഫൈ സേവനം ആരംഭിച്ച ആദ്യ വിമാന കമ്പനി ഏതാണ്? എയർ ഇന്ത്യ. 2025 ലോക ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ആർ വൈശാലി നേടിയ മെഡലേത്? വെങ്കലം. ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന ആദ്യ സഹോദരന്മാരാണ് പ്രജ്ഞാനന്ദയും ആർ വൈശാലിയും. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ സഹോദരന്മാരാണ് പ്രജ്ഞാനന്ദ ആർ വൈശാലി എന്നിവർ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ സഹോദരന്മാരാണ്. രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കുള്ള അധ്യാപകർക്കും ലോക നിലവാരമുള്ള ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ. രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലോക നിലവാരമുള്ള ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു.